ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. വാണിജ്യ സിലിണ്ടറിന്റെ അടിക്കടിയുള്ള വില വർധന. ഹോട്ടലുകളും കേറ്ററിംഗ് യൂണിറ്റുകളും കടുത്ത പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ 135 ഹോട്ടലുകൾ പൂട്ടി. പാൽ വിലയിലെ വർധന. ക്ഷീരകർഷകർക്ക് വേണ്ട പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. പാൽ ഉൽപാദന ചെലവ് റോക്കറ്റ് പോലെ. ചിറക്കടവ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ലേലം. പഞ്ചായത്ത് ഒത്തുകളിച്ച് ലേലം അട്ടിമറിച്ചെന്ന് വിമർശനം. രാഷ്ട്രീയ പ്രേരിത വിമർശനമെന്ന് പഞ്ചായത്ത്. ലേലം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെന്ന് പ്രസിഡന്റ്. സ്കൂൾ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചു. LP, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 197 പ്രവൃത്തി ദിനങ്ങൾ. ഒന്നാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് 13 മുതൽ 21 വരെ. വാർത്തകൾ വിശദമായി. വാണിജ്യ സിലിണ്ടറിന്റെ വില അടിക്കടി കൂട്ടുന്നത് കൊണ്ട് ഹോട്ടൽ വ്യവസായി കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. കാറ്ററിംഗ് മേഖലയിലുള്ളവർക്കും പിടിച്ചു നിൽക്കാനാകുന്നില്ല. ഭക്ഷണ സാധനങ്ങൾക്ക് വില ഉയർത്തിയാൽ കച്ചവടം കുറയുമെന്ന ഭയമാണ് ഹോട്ടൽ ഉടമകൾക്ക്. വിലക്കയറ്റത്തിൽ വലഞ്ഞ് ജനം. നിത്യോപയോഗ സാധനങ്ങൾ, ഇന്ധനം, പാൽ സർവ്വതിനും വില ഉയരുകയാണ്. ഇന്നലെ 46 രൂപ വർദ്ധിച്ച് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3131 രൂപയായി. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം 4ാം തവണയാണ് വില വർധന. മെയ് 1-ന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയിരുന്നു. വില വർദ്ധിച്ചതോടെ ചായക്കടകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ, ഫാസ്റ്റ് ഫുഡ് സ്ഥാപനങ്ങൾ എന്നിവയുടെ ദൈനംദിന ചെലവും കുത്തനെ ഉയർന്നു. കഴിഞ്ഞ മാസം ചിലയിടങ്ങളിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിച്ചിരുന്നു. ജില്ലയിൽ 1150 ഹോട്ടലുകളിൽ 135 എണ്ണം സമീപകാലത്ത് പൂട്ടിയെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കണക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് കുട്ടി പറയുന്നു. ഈ കഴിഞ്ഞ മാർച്ച് മാസം ഗ്യാസ് 19 കിലോ ഗ്യാസിൻ്റെ വില 1691 ആയിരുന്നെങ്കിൽ ഇന്ന് അതേ ഗ്യാസിൻ്റെ വില 3113 വർദ്ധിച്ചു. ഇരട്ടിയിൽ കൂടുതൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് മറ്റ് സാധനങ്ങളുടെയും ഹോട്ടലിൽ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളുടെയും വില കൂടിക്കഴിഞ്ഞു. പച്ചക്കറിയാകട്ടെ, മാംസമാകട്ടെ, മുട്ടയാകട്ടെ, ഓയിൽ വർഗ്ഗങ്ങളാകട്ടെ, ആട്ടാമൈദയാകട്ടെ, എല്ലാത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടച്ചുപൂട്ടലിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വിലക്കയറ്റത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇടപെട്ട് നിയന്ത്രിക്കണമെന്നും സാധാരണ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റം തടയണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലാളി ക്ഷാമത്തിനൊപ്പം കൂലിയും വർദ്ധിച്ചതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. പൊറോട്ട മേക്കറുടെ ശരാശരി 1000 രൂപയായിരുന്ന ശമ്പളം 1500 രൂപയായി. ഷെഫിന് 2500 രൂപ വരെയായി. ക്ലീനിംഗ് സ്റ്റാഫിന് 700 രൂപയും സപ്ലയർമാരുടെ കൂലി 700-ൽ നിന്ന് 1000 രൂപ വരെയുമായി. യൂണിഫോം, സൗജന്യ താമസം എന്നിവ കൂടിയാകുമ്പോൾ ഉടമകളുടെ സ്ഥിതി പരിതാപകരമാകും. നിലവിലെ കച്ചവടം വായിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ പൈസ ഇല്ലല്ലോ. ആൾക്കാർക്ക് വില കൂട്ടി കഴിക്കാനുള്ള കപ്പാസിറ്റി ആളെ സംബന്ധിക്കും. നമ്മൾ ഇപ്പോഴും 100 രൂപ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ആൾക്കാരെ പ്രതിസന്ധി മനസ്സിലാക്കിയിട്ടാണ്. നമുക്ക് സംഭവം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. ആൾക്കാർ കഴിക്കുകയും ചെയ്യണം. പ്രയാസം, ജനങ്ങളുടെ പ്രയാസം നമ്മൾ മനസ്സിലാക്കണമല്ലോ. സർവീസും കൂടിയാണ്. സ്റ്റാഫിനൊക്കെ ശമ്പളമൊക്കെ കൂടുതലാണ്. സ്റ്റാഫുകൾ ഇല്ല. ഇപ്പം വോട്ടിങ്ങിന് ഇലക്ഷന് പോയാൽ പകുതി പേരും വന്നിട്ടില്ല. മുഴുവൻ പകുതി നിലവിൽ ഏതെങ്കിലും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന കട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മളിപ്പോൾ ചായയും കടയും കട്ടി ഓർഡർ സ്റ്റാഫിൻ്റെ ഗ്യാസും ഇല്ല. ഗ്യാസിന് കൃത്യമായി കിട്ടുന്നില്ല. ഗ്യാസ് ഒരു കുറ്റിയാണ് ചിലപ്പോൾ 2 ദിവസം നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. കണ്ടിന്യൂസ് സർവീസ് ഇല്ല. നമ്മൾ സ്റ്റാഫും ഇല്ല. സ്റ്റാഫ് ഇലക്ഷന് പോയാൽ തിരിച്ച് വന്നിട്ടില്ല. വരുമെന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത്. വന്നാൽ തുടങ്ങുമെന്ന്. പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിരുന്ന തട്ടുകടകളും ഹോട്ടലുകളും വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് വില വർധനവ്. നിരവധി തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമാണ് ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മേഖല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാൽവിലയിലുണ്ടായ വർധന ക്ഷീരകർഷകർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നു. വിലവർധനയുടെ എത്ര ഭാഗം കർഷകർക്ക് ലഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും യഥാർത്ഥ പ്രയോജനം. പാൽവിലയിലുണ്ടായ വർധന ക്ഷീരകർഷകർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. അവധി ദിവസങ്ങളോ ഞായറാഴ്ചകളോ ഇല്ലാതെ എല്ലാ ദിവസവും മുഴുവൻ സമയ ജോലികളിൽ ഏർപ്പെടുന്നവരാണ് ക്ഷീരകർഷകർ. വലിയ വേനലും മഴയും കന്നുകാലികളുടെ ആരോഗ്യത്തെ മാത്രമല്ല പാൽ ഉൽപാദനത്തെയും ബാധിക്കുമ്പോഴും ഉപജീവന മാർഗം കൈവിടാതെ കർഷക
അതിർത്തിയിൽ തുടരുന്നവരാണ് പലരും. മിൽമ പാൽവില ഉയർത്തിയ തീരുമാനം താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് കർഷകർ പറയുന്നു. കാലിത്തീറ്റയുടെയും വൈക്കോലിന്റെയും വില വിപണിയിൽ കുതിച്ചുയരുകയാണ്. 50 കിലോയുള്ള കാലിത്തീറ്റയ്ക്ക് 1300 മുതൽ 1400 രൂപ വരെ നൽകണം. കൂടാതെ ധാന്യപ്പൊടി, കാൽസ്യം ടോണിക് ഇവയെല്ലാം വാങ്ങാൻ വലിയ തുക തന്നെ ചെലവാകും. കടുത്ത ഉൽപാദന ചെലവ് കാരണം പശു വളർത്തൽ ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്. ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് പുതിയ പാൽവില നിലവിൽ വന്നത്. ലിറ്ററിന് 4 രൂപയാണ് മിൽമ വർദ്ധിപ്പിച്ചത്. ഇതോടെ വിപണിയിൽ പാലിന് 60 രൂപ നൽകേണ്ടി വരും. വർദ്ധിപ്പിച്ച 4 രൂപയിൽ 3 രൂപ 35 പൈസ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പാൽവില കൂടുന്നതിന് അനുസരിച്ച് കാലിത്തീറ്റ വില ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഈ പശുക്കൾക്ക് ഉണ്ടാകുന്ന ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് അസുഖങ്ങൾ, ചെന പിടിക്കായ്മ, കാലിത്തീറ്റയുടെ ഈ വിലവർദ്ധനവ്, കാലിത്തീറ്റ തന്നെ പല തരത്തിലുള്ള കാലിത്തീറ്റ. ഒന്ന് ഏറ്റവും കൂടിയ മുന്തിയ കാലിത്തീറ്റ, അതായത് കൂടുതൽ പാലിനുള്ള ഉൽപ്പാദനം പറയുന്നു. ഈ ഇടത്തരം പശുക്കൾ 10 ലിറ്റർ താഴെയുള്ള പശുക്കൾക്ക് മറ്റൊരു വിലയും അതിൻ്റെ വേറൊരു കാലിത്തീറ്റയുടെ ഇനം വരുന്നു. ഈ കറവയൊന്നുമില്ലാതെ മറ്റൊന്ന് വരുന്നു. ഇതിനെന്തൊക്കെയാണ് ശരിയാ? ഇതിനെല്ലാം സപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് ഈ കാൽസ്യം തുടങ്ങിയ ഈ ടോണിക്കുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഈ 10 ലിറ്റർ മുകളിലോട്ട് പാലുള്ള പശുക്കൾക്ക് കൂടിയ വിലയ്ക്ക് കാലിത്തീറ്റ വാങ്ങുമ്പോൾ അതിൻ്റെ പുറമെ ഈ സപ്ലിമെൻ്റ് പറഞ്ഞാൽ അതിൽ അതിഭീകരമായ മരുന്ന് കമ്പനിക്കാരുടെ ഈ സപ്ലിമെൻ്റ് ഇങ്ങനെ ശുപാർശ ചെയ്ത് വരുമ്പം ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഇതെല്ലാം സപ്ലിമെൻ്റ് എല്ലാം കൊടുത്തുകൊണ്ട് ആദായകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു നിശ്ചയമില്ല. ഉൽപാദന ചെലവ് കൂടിയിരിക്കുന്നതിനാൽ പാൽവില വർധന ക്ഷീരകർഷകർക്ക് വേണ്ട വിധം പ്രയോജനം ചെയ്യുന്നില്ലെന്ന് അരവിന്ദപുരം ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് തോമസ് ഫിലിപ്പ് പറഞ്ഞു. കർഷകർക്ക് ഇപ്പോൾ അവർ 3 രൂപ 35 പൈസ കർഷകർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നതാണെങ്കിലും ഈ പശു വളർത്ത് പലരും പിന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരാളെ കൊണ്ട് ഉള്ള കാര്യങ്ങൾ അവർ ഇപ്പോഴത്തെ കൂലിക്ക് ഒരു 1000-1500 രൂപ കൂലി കിട്ടും. വെളിയിൽ പണിക്ക് പോയാൽ ഒരു 2 പശുവിനെ വളർത്തുകയാണെങ്കിൽ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല. പുല്ല് പറിക്കുകയും പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് പിന്നെ ആളുകളെ കിട്ടാനുമില്ല. അതുകൊണ്ട് പലരും ഇതിനകത്തുനിന്ന് പിന്തിരിയുക. പിന്നെ ഈ കാലിത്തീറ്റയുടെ വില കുറയുന്നില്ല, കച്ചിയുടെ വില കുറയുന്നില്ല, നിജമായിട്ട് നിൽക്കുന്നില്ല. പാൽവില കൂട്ടിയെങ്കിലും പാലിന്റെ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുറികളുടെ ലേലം അട്ടിമറിച്ചതായുള്ള വിമർശനം തള്ളി പഞ്ചായത്ത് അധികൃതർ. ഭരണസമിതി സത്യസന്ധമായാണ് ലേല നടപടികൾ നടത്തിയതെന്നും ലേലം അട്ടിമറിക്കുന്നതിനായി ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ചിറക്കടവ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാർഷിക ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ലേലം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായേക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ. മെയ് 30 ശനിയാഴ്ചയാണ് 17 കടമുറികളുടെ ലേലം നടന്നത്. 180 രൂപ നിരതദ്രവ്യം അടച്ച് സാധാരണക്കാർ ഉൾപ്പെടെ ആർക്കും പങ്കെടുക്കാൻ പഞ്ചായത്ത് അവസരം ഒരുക്കിയിരുന്നു. എന്നാൽ മുറികളുടെ ലേലത്തിൽ അട്ടിമറി നടന്നതായി കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഈ വിമർശനങ്ങളെ തള്ളുകയാണ് പഞ്ചായത്ത്. വിമർശനങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ളതാവാമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഭരണസമിതി സത്യസന്ധമായാണ് ലേല നടപടികൾ കൈക്കൊണ്ടതെന്നും പഞ്ചായത്ത് ബൈലോയ്ക്കും നിയമത്തിനും വിരുദ്ധമായി ലേലം കൈക്കൊണ്ടവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ പറഞ്ഞു. പുനർലേലമടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും TN ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഈ 17 മുറിയിൽ 10 മുറികളും ലേലം ഉറപ്പിച്ച ആൾക്കാർ തന്നെ ഡെപ്പോസിറ്റും റെന്റ് എമൗണ്ടുമെല്ലാം പഞ്ചായത്തിൽ അടയ്ക്കുകയും എന്നാൽ 3 വ്യക്തികൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇതു സംബന്ധിച്ച് ഇന്ന് ചേരുന്ന പഞ്ചായത്ത് ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. പുനർലേലമടക്കം തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകും. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ ലേലത്തിൽ പങ്കെടുത്ത് ലേലം ഉറപ്പിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അത്തരത്തിലുള്ള വ്യക്തികളെ നിയമ നടപടിക്ക് വിധേയമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. തീർച്ചയായിട്ടും അത് ഇനി ആവർത്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഇതിനെതിരായി ശക്തമായ നിയമ നടപടി ഈ വ്യക്തികൾക്കെതിരെ സ്വീകരിക്കും എന്ന കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. അത് സ്വീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ലേല നടപടികൾ സുതാര്യമായാണ് നടന്നതെന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് അംഗവുമായ സേതു മാന്താടൻ പറഞ്ഞു. നടപടികൾ സുതാര്യമാക്കാൻ ലേലവ്യവസ്ഥ അടക്കം ജനറൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് 22 മെമ്പർമാരും പിന്താങ്ങുകയും ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നതായും ചിലർ ബിനാമി പേരിൽ വന്ന് ലേലത്തുക കയറ്റി വിളിക്കുകയുമായിരുന്നുവെന്ന് സേതു മാന്താടൻ പറഞ്ഞു. ചില തൽപര കക്ഷികൾ ബിനാമി പേരിൽ വന്ന് ചെറുക്കടവ് പഞ്ചായത്തിൽ വന്ന് പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്ന രീതിയിൽ ലേലം വൻ തുകയിൽ കൂട്ടി വിളിക്കുകയും സാധാരണക്കാരായ പലർക്കും ലേലത്തിൽ ലേലം വിളിക്കാൻ അവർക്ക് ഉൾക്കൊള്ളാവുന്ന തുകയല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നു. എങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് ഏതാണ്ട് 10 മുറികൾ അവിടെ സാധാരണക്കാരുടെ ലേലം പിടിച്ചു പോയിട്ട് 7 മുറികളാണ് ലേലം പിടിക്കാൻ പണമടയ്ക്കാതെ അവർ മുങ്ങിയത്. ആ നടപടി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ചെറുക്കടവ് പഞ്ചായത്തിലെ 22 മെമ്പർമാരും ഈ ലേല നടപടികൾ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുത്ത് ഇത് പ്രകാരമാണ് ലേല നടപടികൾ നടന്നത്. അതുകൊണ്ട് ഈ ലേല നടപടികളിൽ 22 മെമ്പർമാരും പൂർണ്ണമായും സഹകരിക്കുന്നുവെന്നാണ് ഞങ്ങൾ രേഖാമൂലമുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിൽ ഒപ്പിട്ടിരിക്കുക. ആരും ഒരു വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ല. ആ സ്ഥിതിക്ക് ഈ ലേലം സുതാര്യമാണെന്നാണ് അർത്ഥം. സുതാര്യമായ രീതിയിൽ നടന്ന ലേല നടപടികൾ അട്ടിമറിക്കുന്നതിനായി ഒരു സംഘം ആളുകൾ പങ്കെടുത്തതായും ലേലം അസ്ഥിരപ്പെടുത്തി പുതിയ ലേലം നടത്തണമെന്നും BJP അംഗം ഗോപി പാറാന്തോടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം ചെയ്തതുമായിട്ടുണ്ടായ വിവാദ വിഷയങ്ങൾ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ ലേല നടപടികളെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഒരു സംഘം ആളുകൾ മാറുകയും വലിയ തുകയ്ക്ക് ലേലം പിടിക്കുകയും പിന്നീട് പണം അടയ്ക്കാതെ അതിനകത്തുനിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ പ്രതിഷേധിക്കുകയാണ്. അത്തരം ആളുകൾക്കെതിരെ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ ലേലം മുഴുവൻ അസ്ഥിരപ്പെടുത്തി പുതിയ ലേലം നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്കൂൾ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചു. LP ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 197 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചു. LP ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 197 ദിവസങ്ങളും UP വിഭാഗത്തിന് 200 ദിവസങ്ങളും ഹൈസ്കൂളിൽ 204 ദിവസങ്ങളും എന്നിങ്ങനെയാണ് അധ്യയന വർഷത്തെ പ്രവൃത്തി ദിനങ്ങൾ. ഇതനുസരിച്ച് ഹൈസ്കൂളിന് 7ഉം UPക്ക് 3ഉം ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനങ്ങളായി വരേണ്ടതാണ്. 6 പ്രവൃത്തി ദിനങ്ങൾ തുടർച്ചയായി വരാത്ത വിധമാണിത്. എന്നാൽ അക്കാദമിക് കലണ്ടറിൽ ഹൈസ്കൂളിന് 6 ശനിയാഴ്ചകൾ മാത്രമേ പ്രവൃത്തി ദിനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ജൂൺ 27, സെപ്റ്റംബർ 26, ഒക്ടോബർ 3, 24, 2027 ജനുവരി 30, മാർച്ച് 27 എന്നിവയാണ് ഹൈസ്കൂൾ പ്രവൃത്തി ദിനങ്ങളായ ശനിയാഴ്ചകളായി അക്കാദമിക് കലണ്ടറിലുള്ളത്. ജൂൺ 27, സെപ്റ്റംബർ 26, ഒക്ടോബർ 24 എന്നിങ്ങനെയാണ് UP പ്രവൃത്തി ദിനങ്ങളായ ശനിയാഴ്ചകൾ. LPക്ക് അധിക പ്രവൃത്തി ദിനങ്ങളില്ലെന്ന് വ്യക്തമാക്കുന്നതെങ്കിലും ഒക്ടോബർ 24 LPക്കും പ്രവൃത്തി ദിനമാണ്. 1ാം പാദവാർഷിക പരീക്ഷ ഓഗസ്റ്റ് 13 മുതൽ 21 വരെ നടക്കും. 22 മുതൽ 30 വരെയാണ് ഓണാവധി. 2ാം പാദവാർഷിക പരീക്ഷ ഡിസംബർ 10 മുതൽ 18 വരെയും നടക്കും. ഡിസംബർ 19 മുതൽ 27 വരെ ക്രിസ്തുമസ് അവധി ലഭിക്കും. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷ 2027 മാർച്ച് ആദ്യവാരം നടക്കും. മാർച്ച് 2 മുതൽ 29 വരെയാണ് +1, +2 പരീക്ഷകൾ. VHSC പരീക്ഷകൾ 2027 മാർച്ച് മുതൽ ആരംഭിക്കും. എന്നാൽ SSLC പരീക്ഷാ തീയതികൾ അക്കാദമിക് കലണ്ടറിൽ വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാടുകളിൽ നിന്നും മണ്ണിരാക്കപ്പെട്ട ഒരു ആദിവാസി വിഭാഗമാണ് പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേയറ്റത്തുള്ള അഗസ്ത്യാർകൂടത്തിലെ കാണിക്കാർ. കാട്ടിൽ കൃഷി ചെയ്തും കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും ജീവിച്ചു പോകുന്ന ഇവർ ഇപ്പോൾ സർക്കാരിന്റെ റേഷനറി കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. മന്ത്രവും മരുന്നും തന്ന അഗസ്ത്യനെ ഗുരുവായി ആരാധിക്കുന്നവരാണ് അഗസ്ത്യാർകൂടത്തിലെ കാണികൾ. വർഷത്തിലൊരിക്കൽ 41 ദിവസം വ്രതം നോറ്റ് അഗസ്ത്യന് പൊങ്കാല അർപ്പിക്കുന്നവർ. കാട്ടിൽ തീയിട്ട് നിലമൊരുക്കി കൃഷി ചെയ്തും കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും അവർ ജീവിച്ചു പോന്നു. പിന്നീട് ഒരിക്കൽ അവർ കാട്ടിൽ നിന്നും അന്യരാക്കപ്പെട്ടു. ആ അന്യവൽക്കരണത്തിൽ ആദിവാസികൾക്ക് അവരുടെ തനിമ നഷ്ടമായി. അക്ഷരം വന്ന ഉടനെ പൊതുവെ അക്ഷരം കൊള്ളായിരുന്നു, നമ്മൾ പിന്നെ അക്ഷരം വന്നപ്പം നമ്മൾ ആ ഒത്തൊരുമ പോയി, ആ കൊടുക്കൽ വാങ്ങൽ അത് പോയി, ഈ അതൊക്കെ വിട്ടു പോയി. പിന്നെ ആ സത്യസന്ധ അത് പോയി. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് തന്നെ ഒരുപാട് നാശം
വന്ന് പിന്നെ ഇപ്പം പറയുന്നത് ഞാൻ ഉൾപ്പെടെ പറയുന്നത് കള്ളമാണ്. ഇത് ഈ നാട്ടിലുള്ള കള്ളം പഠിച്ചത് പിന്നെ അതെയാണ്. ഒരു എന്തൊരു തെറ്റ് ചെയ്താൽ അത് സ്വന്തമായിട്ട് കേൾക്കാൻ മനസ്സിൽ വരില്ല. അതിനെ പല കള്ളവും പറഞ്ഞ് മാറ്റിക്കളയും. അതാണ് ഇപ്പോൾ ഈ ആദിവാസി മേഖല ഈ ഞാനിപ്പോൾ ഉൾപ്പെടെ കൂട്ടാ പറയണത്. അങ്ങനെ പണ്ട് സത്യമായി നിന്ന കാലത്ത് ഈ ദൈവവും നമുക്ക് അനുകൂലം ഉണ്ടായിരുന്നു. ആ സത്യത്തിന് വലിയ പവറുണ്ട്. വനത്തിലോ വന്യജീവികളിലോ ആദിവാസിക്ക് ഇന്ന് ഒരു അവകാശവുമില്ല. കാട് അന്യമാക്കപ്പെട്ട ആദിവാസിയെ നാട് സഹാനുഭൂതിയോടെ സ്വീകരിച്ചതുമില്ല. സർക്കാരിന്റെ ദയാദാക്ഷിണ്യത്തിലാണ് അവരുടെ ജീവിതം. ഇപ്പൊ ഗവൺമെന്റ് തരണ അരി നമ്മളിത് പറയുന്നത് ഗവൺമെന്റ് തന്നെ അരി മാത്രമുണ്ട്. 35 കിലോ അരി കിട്ടും. അതിൽ ഒരു ജോലി ഉള്ളവർക്ക് കിട്ടൂല, അതിന് കുറയും. വരെ സാധാരണ 35 കിലോ അരി മാത്രമുണ്ട്. അത് അവരെ എന്ന് നിർത്തണോ അന്ന് ആദിവാസി മേഖല ഇവിടുത്തെ എല്ലാ മേഖലയും പട്ടിണി മരണപ്പെടും. ഒന്നും എടുക്കാനില്ല. ഈ കമുകുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെ ഓരോ മുതൽ നമ്മുടെ സമ്പാദ്യമാണ് ഇത്. വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഒരു തേങ്ങ വെട്ടിയാൽ കൊടുക്കാനില്ല, നമുക്ക് അരയ്ക്കാനും എടുക്കാം, പിന്നെ അധികമായ കൊടുക്കാം. പിന്നെ പ്ലാവ്, മാവ് ഇതൊക്കെ വിറ്റ് പെറുക്കിയാണ് നമ്മുടെ ജീവിതം, ഈ സമ്പാദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും നശിപ്പിച്ച് കഴിഞ്ഞാൽ ആ സമ്പാദ്യം ഇനി നട്ടിട്ട് 5 കൊല്ലമോ 6 കൊല്ലമോ കാത്തിരുന്നാലേ അത് മുകളിലത്തേക്ക് ആദായം കിട്ടുമല്ലോ. അതുവരെ നമ്മൾ എന്തൊരു കാക്കാനും കഴിയും. ഇപ്പോൾ മറ്റിനിയില്ല. ചേന, ചേമ്പ് ഇതെല്ലാം നട്ട് കൃഷി ചെയ്ത് ജീവിച്ച കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. തറയിൽ ഭൂമി മാത്രം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു നേരത്തിന് ആഹാരത്തിന് റേഷൻ ഇല്ലെങ്കിൽ പിന്നെ പട്ടിണിയാണ് എന്ന് പറയാം. അത്ര ആവശ്യം മുട്ടിപ്പോയി. അഗസ്ത്യൻ നൽകിയ മന്ത്രമൊക്കെ അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. ദൈവങ്ങളെയും ഗുരുവിനെയും ആരാധിക്കുന്നതിനായി കെട്ടിയുണ്ടാക്കിയ ചാറ്റുപാട്ടുകളും ഇന്നില്ല. ഇക്കാലത്തെ കാണിമൂപ്പൻ സ്വയം കെട്ടിയുണ്ടാക്കിയ പാട്ടുകളിൽ നിഴലിക്കുന്നതാകട്ടെ പോയിപ്പോയ നല്ല കാലത്തെക്കുറിച്ചുള്ള വിഷാദം കലർന്ന ഓർമ്മകൾ മാത്രവും. ആദിമനുഷ്യരായി ജീവിച്ചു വന്ന കാലം കൃഷിയെ ആശ്രയിച്ചു ജീവിച്ചു പോന്നവരും കമുകും തെങ്ങും വാഴയും മരിച്ചിനി കാന്താരിയായി മുളകും. അക്കാലങ്ങളിൽ മൃഗങ്ങൾ വന്നു ഇത്ര മുടിച്ചിട്ടില്ല. മനുഷ്യരെ പേടികൊണ്ടു കാട്ടിൽ ജീവിച്ചു വന്നവരും ഇന്നു വനങ്ങളിലും തീറ്റ കുറഞ്ഞ കാലം. ആരാരുമില്ലവർക്ക് ഇന്നോളം തീറ്റ കൊടുക്കുവാനും. കാട്ടിലെ പുൽമേടുകൾ ഇന്നു കാണാമറയത്തായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കലശോത്സവത്തിന് സമാപനം. മെയ് 26-നാണ് നവീകരണ കലശവും ഉത്സവവും ആരംഭിച്ചത്. ഉമാമഹേശ്വര പൂജയ്ക്ക് പ്രസിദ്ധമായ പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കലശോത്സവം സമാപിച്ചു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമുള്ള ചുറ്റമ്പല സമർപ്പണത്തിലും നവീകരണ കലശാഭിഷേക മഹോത്സവത്തിലും പങ്കുചേരാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. മെയ് 26 തുടങ്ങിയ ചടങ്ങുകളും കലശോത്സവമാണ് ഇന്ന് സമാപിച്ചത്. രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കാഴ്ച ശ്രീബലിയും എഴുന്നള്ളത്തും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മന നാരായണനടിച്ച നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി പുന്നശ്ശേരി ഇല്ലം വിനോദൻ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കലശോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടിയിൽ ഗൗരീനന്ദന റോബിൻ അവതരിപ്പിച്ച മോഹിനിയാട്ടം ആസ്വാദക ഹൃദയം കീഴടക്കി. എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗൗരീനന്ദന. CBSE സർഗസംഗമത്തിൽ A ഗ്രേഡ് വിജയിയാണ് ഗൗരി. 4 വർഷത്തിലധികമായി മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കുന്നുണ്ട് ഗൗരീനന്ദന. എരുമേലി മട്ടന്നൂർക്കര നാട്യാഞ്ജലി നൃത്ത വിദ്യാലയത്തിലാണ് ഗൗരീനന്ദന നൃത്തം പഠിക്കുന്നത്.
പാലാ നഗരത്തിലെ പ്രധാന പാതകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു. തിരക്കേറിയ റോഡുകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഏറെ വിഷമിക്കുന്നുണ്ട്. പാലാ നഗരത്തിലെ പ്രധാന പാതകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് അപകട ഭീഷണിയാവുന്നു. തിരക്കേറിയ റോഡുകളിൽ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും റോഡ് മുറിച്ചു കടക്കാൻ വിഷമിക്കുന്ന കാഴ്ച പതിവാണ്. സ്കൂളുകൾ തുറന്നതോടെ നഗരത്തിലെ റോഡുകളിൽ തിരക്കുകൾ വർദ്ധിക്കുന്നു. സ്കൂൾ സമയങ്ങളിൽ റോഡ് മുറിച്ചു കടക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സീബ്ര ലൈനുകൾ തെളിക്കേണ്ടത് അത്യാവശ്യമാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സീബ്ര വരകൾ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തിരക്കേറിയ ഇടങ്ങളിലെല്ലാം ലൈൻ മാഞ്ഞുപോയത് പ്രായമായവർ അടക്കമുള്ളവർക്ക് റോഡ് മുറിച്ചു കടക്കാൻ വിഷമം സൃഷ്ടിക്കുന്നു. ജനറൽ ആശുപത്രി ജംഗ്ഷൻ, കുരിശുപള്ളിക്കവല, സ്റ്റേഡിയം ഭാഗം, ലാലം ജംഗ്ഷൻ സമീപമുള്ള പ്രധാന റോഡുകൾ ഇവയിലെല്ലാം സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിരിക്കുകയാണ്. വരകൾ ഇല്ലെന്നും കരുതി ഡ്രൈവർമാർ വാഹനം നിർത്തി കൊടുക്കാൻ മടിക്കുന്നതോടെ റോഡ് മുറിച്ചു കിടക്കുന്നവർ ഏറെ ബുദ്ധിമുട്ടുന്നു. ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. വാഹനം നിർത്തി റോഡ് മുറിച്ചു കിടക്കാൻ സൗകര്യം നൽകാത്തതിനെ ചൊല്ലി തർക്കങ്ങളും പതിവാണ്. കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ ചില ഡ്രൈവർമാരും റോഡ് മുറിച്ചു കിടക്കുന്നവർക്ക് ഭീഷണിയാണ്. റോഡിലെ സീബ്ര ലൈനുകൾ പുതുക്കി വരയ്ക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാണിജ്യ സിലിണ്ടറിന്റെ അടിക്കടിയുള്ള വില വർധന. ഹോട്ടലുകളും കേറ്ററിംഗ് യൂണിറ്റുകളും കടുത്ത പ്രതിസന്ധിയിൽ. കോട്ടയം ജില്ലയിൽ 135 ഹോട്ടലുകൾ പൂട്ടി. പാൽ വിലയിലെ വർധന. ക്ഷീരകർഷകർക്ക് വേണ്ട പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. പാൽ ഉൽപാദന ചെലവ് റോക്കറ്റ് പോലെ. ചിറക്കടവ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ ലേലം. പഞ്ചായത്ത് ഒത്തുകളിച്ച് ലേലം അട്ടിമറിച്ചെന്ന് വിമർശനം. രാഷ്ട്രീയ പ്രേരിത വിമർശനമെന്ന് പഞ്ചായത്ത്. ലേലം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെന്ന് പ്രസിഡന്റ്. സ്കൂൾ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചു. LP ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 197 പ്രവൃത്തി ദിനങ്ങൾ. 1ാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 13 മുതൽ 21 വരെ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.